ഇരുണ്ട കാലം എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് ഈ 10 വർഷം വെളിച്ച വിപ്ലവം നടന്നു എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് ഒരു പരസ്യം ചെയ്യുക. അതിനുശേഷം കറണ്ട് ബില്ലിൽ അടക്കം ലോഡ് ഷെഡിംഗ് ഇല്ലാത്ത കാലം എന്ന് വിശേഷിപ്പിക്കുക. അതിനെ എങ്ങനെയാണ് വിശദീകരിക്കുക? അതുകൂടി പറയേണ്ടതാണല്ലോ. അല്ലെ വെളിച്ച വിപ്ലവം. എന്റെ പ്രിയ സുഹൃത്തുക്കളെ, കുന്നോളം അറിവ് വേണമെന്നല്ല, പക്ഷേ തങ്ങൾ അവതരിപ്പിക്കാൻ പോകുന്ന വിഷയങ്ങളെ കുറിച്ചിട്ട് ഒരു സാമാന്യ ധാരണയെങ്കിലും ഇത്തരം ആളുകൾക്ക് വേണം. രണ്ടുപേരെ കുറിച്ചിട്ടാണ് ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. ഒന്ന്, ഹാഷ്മി എന്ന് പറയുന്ന 24-ലെ ഒരു അവതാരനെ കുറിച്ചിട്ടാണ്. മോശപ്പെട്ട ഒരു വ്യക്തിയൊന്നല്ല, അത്യാവശ്യം നല്ല നോളജ് ഉണ്ട്, കാര്യങ്ങളെ കുറിച്ച് അത്യാവശ്യമൊക്കെ പഠിച്ച് അവധാനതയോടുകൂടി തന്നെ കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കാറുള്ളത്. പക്ഷേ ഇടയ്ക്ക് ഒരു പിണറായി എതിർപ്പ് ജ്വരം കയറി വരും. ആ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ പിന്നെ പറയുന്നതിലോ അവൻ കേൾക്കുന്നതിലോ അല്ലെങ്കിൽ അവതരിപ്പിക്കുന്നതിലോ യാതൊരു വിധത്തിലുള്ള മാന്യതയും ബോധവും ഉണ്ടാവില്ല എന്നുള്ളതാണ്. ഈ രണ്ടുപേർക്ക് എങ്ങനെ രണ്ടാമത്തെ ആളെ പറയാൻ വിട്ടുപോയി. അത് സ്മൃതി പരുത്തിക്കാട് എന്ന് പറയുന്ന ഒരാളാണ്. നമുക്കറിയാം ഈ അടുത്ത കാലത്ത് അസൽ പിണറായി വിരോധം അല്ലെങ്കിൽ ഒരു ആന്റി കമ്മ്യൂണിസ്റ്റ് മനോഭാവത്തോടുകൂടിയിട്ടാണ് സ്മൃതി പരുത്തിക്കാട് പോകുന്നത്. അങ്ങനെ പോയിക്കൂടെ? 100% സ്മൃതി പരുത്തിക്കാടിന് ഒരു ആന്റി കമ്മ്യൂണിസ്റ്റ് ആവാം. ഒപ്പം തന്നെ നമ്മുടെ ഹാഷ്മിക്ക് ഒരു ആന്റി കമ്മ്യൂണിസ്റ്റ് ആവാം. അപാരമായിട്ടുള്ള സ്നേഹം വി ഡി സതീശനോട് രണ്ടുപേർക്കും കാണിക്കാം. ഒന്നും പ്രശ്നമില്ല. ജനാധിപത്യ ഇന്ത്യയിൽ, ഈ കേരളത്തില് ഇതൊക്കെ സർവ്വസാധാരണമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ ചില യാഥാർത്ഥ്യങ്ങളെ, ചില കണക്കുകളെ ഒരിക്കലും മറന്നു കഴിഞ്ഞിട്ടാവരുത്, അല്ലെങ്കിൽ മറന്നു പോയിട്ടാവരുത് ഈ കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കുന്നത്. അല്ലെങ്കിൽ ചില കാര്യങ്ങൾ ഈ ജനങ്ങൾ അറിയേ ചെയ്യരുത് എന്ന മനോഭാവത്തോട് കൂടിയിട്ടും ഒരു പരിപാടിയും അവതരിപ്പിക്കാതിരിക്കുക എന്നുള്ളതാണ്. നോക്കൂ, ഇന്ന് കഴിഞ്ഞ ദിവസമാണ് സ്മൃതി പരുത്തിക്കാട് നമ്മുടെ കറണ്ട് കട്ടുമായി ബന്ധപ്പെട്ട ചില സംശയങ്ങളൊക്കെ ചോദിക്കുന്നത് ആ വ്യക്തി എന്ന് പറയുന്നത് നല്ല രസമുള്ള ഒരു മനുഷ്യനാണ്, ഡോക്ടർ MG സുരേഷ് കുമാർ. ഒരു രക്ഷയില്ല കേട്ടോ, അപാര നോളജാണ് ഈ വിഷയത്തെക്കുറിച്ച്, ഇലക്ട്രിസിറ്റിയെ കുറിച്ചിട്ട്. അതിൽ വർക്ക് ചെയ്തിരുന്ന ഒരു എഞ്ചിനീയറാണ്, ഇപ്പോൾ റിട്ടയർഡ് ആണ്. എന്തായാലും ഇതിനു മുമ്പ് നമ്മുടെ ഗംഭീര കഥാപ്രസംഗമൊക്കെ നടത്തുന്ന നമ്മുടെ ഹാഷ്മിക്ക് ഇദ്ദേഹം ഒരു മറുപടി കൊടുത്തിട്ടുണ്ട്. അത് കേട്ടിട്ട് നമുക്ക് സ്മൃതിയിലേക്ക് വരാം. സ്മൃതിക്ക് കൊടുത്തത് അതിനേക്കാൾ ഗംഭീരമാണ്. അത് നമ്മൾ അറിയുക തന്നെ വേണം. ചില സത്യങ്ങളായിട്ട് തന്നെ നമ്മൾ അറിയണം. ഇത്രയും BPL ലേസിയുള്ള കാര്യം അറിയാം, കൺസംഷൻ പാറ്റേൺ അറിയാം. 3 മാസത്തെ ഷോർട്ട് ടൈം പർച്ചേസ് അടക്കം ചെയ്യാമായിരുന്നു. ഒന്നും ചെയ്യാതെ കഥാപ്രസംഗം ഒന്ന് അധിക്ഷേപിക്കല്ലേ സാറേ? കേൾക്കുന്നവരൊക്കെ വണ്ണമാണോ? അതാണ് ഞാൻ പറഞ്ഞത്. AC അതുപോലെ തന്നെ മറ്റു ഉപകരണങ്ങളും ഒക്കെ കണക്കിലെടുത്ത് അതൊക്കെ വന്നാലും ആവശ്യമായ വൈദ്യുതി എത്ര വേണം എന്ന് കണക്കാക്കി അതിനനുസരിച്ചുള്ള ആസൂത്രണം KSB ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇൻഡക്ഷൻ കുക്കറിന്റെ KSBക്ക് അറിഞ്ഞുകൂടായിരുന്നു. തെറ്റ് പറ്റിയിട്ടുണ്ട്. തെറ്റ് ദയവായി ഹാഷ്മി ആ പ്രവാചക സാന്നിധ്യം ഞങ്ങൾക്കുണ്ടായിരുന്നില്ല. ദയവായി ഇത്തരം സാഹചര്യങ്ങൾ ഹാഷ്മി ഒന്ന് മനസ്സിലാക്കി KSB ഉദ്യോഗസ്ഥന്മാരോട് ഇതിനാണെങ്കിലും പറയണം എന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. ഹാഷ്മിക്ക് മനസ്സിലാവുന്നതാണല്ലോ, മനസ്സിലാക്കി നാളെ പ്രശ്നമുണ്ട്, എനിക്ക് വരാൻ പോകുന്നുണ്ട്, ഞങ്ങളൊന്ന് ഉപദേശിക്കണം എന്നാണ് ദയവായി അഭ്യർത്ഥിക്കാനുള്ളത്. ഹാഷ്മിയുടെ ഉപദേശത്തിന് വേണ്ടി കാത്തിരിക്കുക. പരിഹാസം ഇഷ്ടപ്പെട്ടുകൊണ്ട് ഓടി രക്ഷപ്പെടേണ്ട ഒരു അവസ്ഥ ആ ഒരു മനുഷ്യന് വന്നു എന്നുള്ളതാണ്. കാരണം അത്രയ്ക്ക് നുണയായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. വൈദ്യുതി ഇപ്പോൾ ഇങ്ങനത്തെ കട്ടും മറ്റും വരാനുള്ള കാരണം ഏറ്റവും ബേസായിട്ട് പറഞ്ഞാൽ അത് യുദ്ധമാണ്. യുദ്ധം വന്നോട് കൂടിയിട്ട് നമ്മുടെ നാട്ടിലേക്ക് ഗ്യാസ് വരാതായത് കൂടിയിട്ട്, പാചകവാതകം എന്ന് പറയുന്ന പരിപാടി കിട്ടാതായത് കൂടിയിട്ട് ആളുകൾ മുഴുവൻ കറണ്ടിലേക്ക്, ഇൻഡക്ഷൻ കുക്കറിലേക്ക് വന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു ദിവസം 12 രൂപയുടെ വൈദ്യുതിയാണ് ഉപയോഗിച്ചിരുന്നുവെങ്കിൽ ഈ ഇൻഡക്ഷൻ കുക്കർ വന്നോട് കൂടിയിട്ട് അത് നേരെ 24 രൂപയുടെ വൈദ്യുതി ഉപയോഗിക്കേണ്ട അവസ്ഥ വന്നു. സിമ്പിളായിട്ട് പറയാണ്, യൂണിറ്റും കണക്കൊക്കെ പറഞ്ഞ ചില ആൾക്കാർക്ക് കൺഫ്യൂഷൻ ആവും. അതുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു എന്നുള്ളൂ. ഈ ഒരു സംഗതി മനസ്സിലാവാത്ത ഹാഷ്മിയെ അവസാനം കഥാപ്രാസംഗികനെന്നടക്കം ആക്ഷേപിക്കുന്ന, കളിപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കേണ്ടി വന്നു ആ ഒരു സുരേഷ് കുമാർ എന്ന് പറയുന്ന വ്യക്തി. ഇനി രണ്ടാമതായിട്ട് കൊടുക്കുന്നത് സ്മൃതി പരുത്തിക്കാടിനാണ്. സ്മൃതി പരുത്തിക്കാടിന് ഈ ചർച്ചയുടെ അവസാനമാകുമ്പോഴത്തേക്ക് മനസ്സിലായി ഞാൻ പോകുന്നത് റോങ് റൂട്ടിലാണ്. കാര്യങ്ങൾ ഞാൻ എത്ര തന്നെ അവതരിപ്പിച്ചാലും ഇതൊരു ആന്റി കമ്മ്യൂണിസ്റ്റ് ആയിട്ട് മാറില്ല തന്റെ ചർച്ച എന്ന് മനസ്സിലിന്റെ ഭാഗമായിട്ട് എല്ലാം സമ്മതിച്ചു കൊടുക്കുകയായിരുന്നു. അവസാനം വീണ്ടും പറഞ്ഞു, നമ്മുടെ ഉമ്മൻചാണ്ടി ഭരണ കാലഘട്ടത്തിലെ ഇരുണ്ട യുഗം എന്നൊക്കെ പറയുക, മരിച്ചുപോയ ആളെ ഇനി ഒരിക്കലും അത്തരം ഒരു കാലഘട്ടം തിരിച്ചു വരരുതേ എന്നൊക്കെ പറയുക, എന്നിട്ട് അദ്ദേഹത്തിന് ഫോട്ടോ വെച്ചിട്ട് ആ ഒരു കാലഘട്ടം ഇനി ഉണ്ടാവരുത് എന്നൊക്കെ പ്രാർത്ഥിക്കുന്ന രീതിയിലൊക്കെ പ്രചാരണം നടത്തുക. ഇതൊക്കെ ശരിയാണോ എന്ന രീതിയിൽ ചോദിക്കുമ്പോൾ കൃത്യമായിട്ടുള്ള ഉത്തരം, കണക്കുകൾ വെച്ചിട്ടുള്ള ഉത്തരം. എന്തുകൊണ്ട് ആ കാലഘട്ടം ഇനിയും വരരുതെന്ന് പറയുന്നു? ഇപ്പോഴെന്തുകൊണ്ട് ഇങ്ങനെ നടക്കുന്നു? നോക്കൂ, സുരേഷ് കുമാറിന്റെ ഉത്തരങ്ങളിലേക്കാണ്.
ഇരുണ്ട കാലം എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് ഈ 10 വർഷം വെളിച്ച വിപ്ലവം നടന്നു എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് ഒരു പരസ്യം ചെയ്യുക. അതിനുശേഷം കറണ്ട് ബില്ലിലടക്കം ലോഡ് ഷെഡിംഗ് ഇല്ലാത്ത കാലം എന്ന് വിശേഷിപ്പിക്കുക. അതിനെ അങ്ങ് എങ്ങനെയാണ് വിശദീകരിക്കുക? അതുകൂടി പറയേണ്ടതാണല്ലോ. അല്ലെ, വെളിച്ച വിപ്ലവം ഈ 10 വർഷത്തെ എന്താണ് വിപ്ലവമായി ചെയ്തിട്ടുള്ള ചോദ്യം ഒന്ന് നിൽക്കുന്നു. അത് നിൽക്കുന്നു. അതിന് മുമ്പുള്ള 5 വർഷം നോക്കൂ, അങ്ങ് യോജിക്കുന്ന ശരിയായ കുഴപ്പമില്ലാത്ത കരാർ, ഈ ദീർഘകാല കരാറിൽ ഏർപ്പെട്ട മന്ത്രിയുടെ ചിത്രം ഇനി തിരിച്ചു വരരുതേ എന്ന് പറഞ്ഞുകൊണ്ട്, മരിച്ചുപോയ ആളെയാണ്, തിരിച്ചു വരരുതേ എന്ന് പറഞ്ഞുകൊണ്ട് പരസ്യം ചെയ്യുക. അതിലെ ധാർമ്മികതയെ അങ്ങ് എങ്ങനെയാണ് കാണുന്നത്? അങ്ങ് യോജിക്കുന്ന UDF കാലത്ത് തുടങ്ങിയ അങ്ങ് യോജിക്കുന്ന കരാർ അല്ലെ, ആ കരാറിനെ വിമർശിച്ചുകൊണ്ട് അഴിമതിയാണ് നടന്നത് എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് ഇപ്പോൾ ജീവനോടെ ഇല്ലാത്ത വ്യക്തിയെ ചിത്രം എടുത്തുകൊണ്ട് പരസ്യം ചെയ്തുകൊണ്ട് ഇനി തിരിച്ചു വരരുതേ ആ ഇരുണ്ട കാലം എന്ന രൂപത്തിൽ ആളുകളുടെ ചിത്രം എടുത്ത് കാണിച്ചുകൊണ്ട്, നേതാക്കളുടെ ചിത്രം എടുത്ത്, മുൻ മന്ത്രിമാരുടെ ചിത്രം എടുത്ത് കാണിച്ചുകൊണ്ട് കാണിക്കുന്ന പരസ്യത്തെ ധാർമ്മികമായി എങ്ങനെ വിശദീകരിക്കാനാവും? ബാക്കിയെല്ലാം മനസ്സിലാവുന്നേ. ബാക്കിയൊക്കെ മനസ്സിലാവും. എനിക്ക് ഇവരുടെ ഒരു വിഷമമാണ് എനിക്ക് മനസ്സിലാവാത്തത്. എന്തൊരു വിഷമമാണ് ഇവർക്ക്. ഉമ്മൻചാണ്ടിയുടെ ആ ഒരു ദുരിത കാലഘട്ടം തിരിച്ചു വരരുത് എന്ന് പറയുന്നത് ഇവർക്ക് എന്തൊരു വിഷമമാണ് സംഭവിക്കുന്നത്? എന്തുകൊണ്ട് ഇവർക്കതൊരു വിഷമമായിട്ട് മാറുന്നത്? അത്രയധികം സ്നേഹം ഉമ്മൻചാണ്ടി ഉള്ളതുകൊണ്ടായിരിക്കും. ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും കേട്ടോ. നമുക്കതിന് അവരെ കുറ്റം പറയാൻ കഴിയുമോ? ഇല്ല, ഒരിക്കലും കുറ്റം പറയാൻ കഴിയില്ല. ഇപ്പോഴും പിണറായി വിജയൻ നമ്മുടെ അച്യുതാനന്ദനൊക്കെ സ്നേഹത്തോടുകൂടി സംസാരിക്കുന്ന ആൾക്കാരുണ്ടാവില്ലേ? അങ്ങനെ സംസാരിച്ചതായിരിക്കാം. പക്ഷെ ഇവിടെ ചോദിക്കുന്ന വേറെ ചോദ്യമാണ്. ഉത്തരം കേൾക്കണം. ഈ പ്രതിസന്ധി എല്ലാം മനസ്സിലാകും, പക്ഷെ ഇതിനെ എങ്ങനെ വിശേഷിപ്പിക്കും? സ്മൃതി ഞാൻ പറയട്ടെ. അതായത് ഈ ദീർഘകാല കരാറിൽ അഴിമതിയാണ്, അതുകൊണ്ട് തിരിച്ചു വരരുത് എന്നല്ല LDF പറഞ്ഞിട്ടുള്ളത്. LDF പറഞ്ഞിട്ടുള്ളത് എന്താ? LDF പറഞ്ഞിട്ടുള്ളതിന് ഒരു ചരിത്രമുണ്ട്. 1995 കേരളത്തിൽ ഏറ്റവും കൂടുതൽ പവർ കട്ട് ഉണ്ടായിരുന്നു. 100% പവർ കട്ടായിരുന്നു. 100% പവർ കട്ട് എന്ന് പറഞ്ഞാൽ വ്യവസായ സ്ഥാപനങ്ങൾ വൈദ്യുതി ഉപയോഗിക്കരുന്ന, ലോഡ് ഷെഡിംഗ് പവർ കട്ട് രണ്ടാണ്, അതൊന്നല്ല. വൈദ്യുതി ഉപയോഗിക്കരുത്, ശതമാനക്കണക്കിലാണ് പവർ കട്ട് പറയുക. 3.5 മണിക്കൂർ ലോഡ് ഷെഡിംഗ് ഉണ്ടായിരുന്നു. അത് 96 ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വരുമ്പോൾ ഉണ്ടായിരുന്ന സ്ഥിതിയാണ്. 97 നവംബർ മാസം വരെ അത് തുടരേണ്ടി വന്നു. പക്ഷെ അളവ് കുറഞ്ഞിട്ടാണെങ്കിലും 97 നവംബറിന് ശേഷം പവർ കട്ടും ലോഡ് ഷെഡിംഗും പൂർണ്ണമായി ഒഴിവാക്കി. 2001 ലക്ഷം വരുന്നവരെ പൂർണ്ണമായും പവർ കട്ടില്ലായിരുന്നു. 2001 സെപ്റ്റംബർ മാസത്തിൽ വീണ്ടും പവർ കട്ട് തുടങ്ങി. 2006 വരെ പവർ കട്ട് ഉണ്ടായിരുന്നു. 2006 ശേഷം 2006 ഓഗസ്റ്റിൽ പവർ കട്ട് ഒഴിവാക്കി. അത് കഴിഞ്ഞ ശേഷം 2011 ഈ പറയുന്ന പോലെ മെയ് മാസത്തിൽ ഇലക്ഷൻ നടക്കുന്നവരെ പവർ കട്ട് ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് 2011 ഓഗസ്റ്റ് മാസം നല്ല മഴക്കാലത്ത് വീണ്ടും നമ്മൾ പവർ കട്ട് തുടങ്ങി. അന്ന് വൈദ്യുതി പ്രതിസന്ധി അല്ല, ചില സാമ്പത്തിക കാരണങ്ങൾ കൊണ്ടാണ് പവർ കട്ട് തുടങ്ങിയത്. 2016 കേരളത്തിലെ പീക്ക് ഡിമാൻഡ്, ഏറ്റവും ഉയർന്ന ഡിമാൻഡ് എന്ന് പറയുന്നത് 3860 മെഗാവാട്ട് ആയിരുന്നു. ആ 3860 മെഗാവാട്ട് പീക്ക് ഡിമാൻഡ് ഉണ്ടായിരുന്ന സമയത്ത് നമ്മൾ 200 മെഗാവാട്ട് ലോഡ് ഷെഡിംഗ് നടത്തിയിട്ടാണ് പോയത്. അതിനുശേഷം 2016 ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വന്നതിന് ശേഷം കഴിഞ്ഞ 10 വർഷവും ലോഡ് ഷെഡിംഗ് പവർ കട്ട് ഇല്ല. ഇപ്പം നമ്മൾ 6030 മെഗാവാട്ട് ഹാൻഡിൽ ചെയ്യുന്നു. ഇങ്ങനെ അങ്ങോട്ട് പറയുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഇത് മനസ്സിലാവില്ല. അതുകൊണ്ട് ഒരു സംഗതി അങ്ങനെ പറഞ്ഞു തരാം കേട്ടോ. ഇദ്ദേഹം പറഞ്ഞ കാര്യങ്ങളാണ്. ആദ്യം തുടക്കത്തിൽ 1995 എന്ന് പറയുന്നത് UDF കാലമായിരുന്നു, ശക്തമായ പവർ കട്ട് ഉണ്ടായിരുന്ന കാലം. പിന്നീട് 1996 2001 LDF കാലമാണ്. അതിനൊരു ആശ്വാസം ഉണ്ടായി. എന്നാൽ 6-7 മാസത്തോളം പവർ കട്ട് കുറഞ്ഞ രീതിയിൽ ഉണ്ടാകേണ്ടി വന്നു. 2001 2006 വീണ്ടും UDF കാലഘട്ടം വരുന്നു, വീണ്ടും പവർ കട്ട് വരുന്നു എന്നർത്ഥം. 2006 2011 കാലഘട്ടം LDF വരുന്നു, വീണ്ടും ഈ പവർ കട്ട് ഒഴിവാക്കുന്നു. 2011 2016 വരുന്നു, UDF വീണ്ടും പവർ കട്ട് വരുന്നു. 2016 ശേഷം ഈ കഴിഞ്ഞ ഈ ഒരു കാലഘട്ടം വരെ പിണറായി വിജയൻ സർക്കാരായിരുന്നു. പവർ കട്ട് എന്ന് പറഞ്ഞ പരിപാടിയെ ഉണ്ടായിരുന്നില്ല. അതായത് UDF വരുന്ന സമയത്തൊക്കെ നമ്മുടെ കേരളത്തിൽ പവർ കട്ട് ഉണ്ടായിരുന്നു. അവർക്ക് ഇതൊന്നും നേരം പോലെ കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല. ഇനിയും എങ്ങാനും UDF ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ പവർ കട്ട് ഇവിടെ ഉണ്ടാവും. ഇനി നമുക്കിത് കേൾക്കാം കേട്ടോ. സെപ്റ്റംബർ മാസത്തിൽ വീണ്ടും പവർ കട്ട് തുടങ്ങി. 2006 വരെ 100 മെഗാവാട്ട് ലോഡ് ഷെഡിംഗ് നടത്തി. 60 മെഗാവാട്ടിൽ നിന്ന് 6033 മെഗാവാട്ട് എന്ന് പറഞ്ഞാൽ 2173 മെഗാവാട്ട് കൂടുതലായി ഡിമാൻഡ് വരുമ്പോഴും നമ്മൾ മീറ്റ് ചെയ്തു. ഇവിടെ ഇതാണ് ഇവരെ അടുത്തൊരു ചോദ്യം. പുറമേന്ന് നമ്മൾ കൂടുതൽ തുകയ്ക്ക് വാങ്ങിച്ചിട്ട് അതിനേക്കാൾ കൂടുതൽ തുകയ്ക്ക് ഇവിടെ വിൽക്കുന്നു എന്നാണ് സ്മൃതി പരുത്തിക്കാട് വരുത്തി തീർക്കാൻ ശ്രമിച്ചത്. അതിന്റെ ഉത്തരമാണ് എന്റെ പൊന്നു സുഹൃത്തുക്കളെ ഗംഭീരം. ഞാൻ പറയട്ടെ,
2011 മുതൽ 2016 വരെയുള്ള കാലഘട്ടത്തിൽ കേരളത്തിൽ വൈദ്യുതി നിരക്കിൽ 47.93% വർധനവ് വരുത്തി. 2016 മുതൽ ഇത് 2026 10 വർഷം കൊണ്ട് ഉണ്ടായിട്ടുള്ള ചാർജ് വർധനവ് നടന്നത് 26.2%. ആർക്ക് വേണമെങ്കിലും ഈ കണക്ക് മുഴുവൻ റെഗുലേറ്ററി കമ്മീഷന്റെ സൈറ്റിൽ നിന്ന് കിട്ടും. അതായത് 10 വർഷം കൊണ്ട് 26% ചാർജ് വർധനവ്. നിങ്ങൾ പറഞ്ഞ അധിക വിലയ്ക്ക് വൈദ്യുതി വാങ്ങിയിട്ടാണ് ഇത് നടത്തിയത്. അധിക വിലയ്ക്കും വൈദ്യുതി വാങ്ങിയിട്ടുണ്ട്, വില ഇല്ലാത്ത സമയത്തും വൈദ്യുതി വാങ്ങിയിട്ടുണ്ട്. പവർ മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഒരു സയൻസ് ആണ്. ദേശീയ വൈദ്യുത കമ്പോളത്തിൽ വൈദ്യുതി നമ്മൾ നേരെ പോയി 10 രൂപയ്ക്ക് വാങ്ങുകയല്ല ചെയ്യുന്നത്. 96 സ്ലോട്ടുകളിലാണ് വൈദ്യുതി വിൽക്കുന്നത്. ഓരോ 15 മിനിറ്റിലും വില കൂടുകയും കുറയുകയും ചെയ്യും. അവിടെ വില കുറയുന്ന സമയത്ത് പരമാവധി വൈദ്യുതി വാങ്ങുകയും നമ്മുടെ ശേഷി ഉത്പാദിപ്പിക്കാതെ വെക്കുകയും, എന്നാൽ വില കൂടുന്ന സമയത്ത് നമ്മുടെ ശേഷി പരമാവധി ഉത്പാദിപ്പിച്ചുകൊണ്ട് വാങ്ങുന്നതിന്റെ അളവ് കുറയ്ക്കുകയും ചെയ്യുന്ന കൃത്യമായ ഒരു ആസൂത്രണ സംവിധാനത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ വില കുറച്ചു നിർത്തിയിട്ടുള്ളത്. ദേശീയ ശരാശരി വൈദ്യുത വിലയുടെ ദേശീയ ശരാശരി ഇന്ത്യയിലെ മുഴുവൻ സംസ്ഥാനങ്ങൾ കൂടിയുള്ള ശരാശരി വൈദ്യുതി കൊടുക്കുന്നതിന് വേണ്ടി വരുന്ന ചെലവ് എന്ന് പറയുന്നത് ഇപ്പം നിങ്ങൾക്ക് കേന്ദ്ര ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷന്റെ സൈറ്റ് പോയാൽ കിട്ടും 8 രൂപ 52 പൈസ. കേരളത്തിലെ ഒരു യൂണിറ്റ് വൈദ്യുതിക്ക് നമുക്ക് വാങ്ങുന്ന ശരാശരി വില എന്ന് പറയുന്നത് 7 രൂപ 12 പൈസ എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? ദേശീയ ശരാശരിയെക്കാളും 1 രൂപ 40 പൈസയ്ക്ക് കുറച്ചിട്ടാണ് കേരളത്തിൽ വൈദ്യുതി കൊടുക്കുന്നത്. 70% വൈദ്യുതിയും പുറത്തുനിന്ന് വാങ്ങിയിട്ടാണ് ഈ നേട്ടം നേടിയിട്ടുള്ളത് എന്നത് കൂടി കാണണം. ഇതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആഘോഷിക്കുന്നത്. കണ്ടില്ലേ? എന്തൊരു ഗംഭീര പരിപാടിയാന്ന് ആലോചിച്ചേ. ഇങ്ങനത്തെ കുറച്ച് ആളുകള് എവിടെയായിരുന്നു നിന്റെ പൊന്നുമുത്ത് നിങ്ങൾ ഇത്രയും കാലം? നമ്മുടെ പൃഥ്വിരാജ് തിലകൻ ചേട്ടനോട് ചോദിച്ച ചോദ്യമൊക്കെ പറയുന്നുണ്ട്, എവിടെയായിരുന്നു താങ്കൾ ഇത്രയും കാലം? അമ്മാതിരി മറുപടിയല്ലേ ഈ അണ്ണാക്കിക്ക് കൊടുക്കുന്നേ. കാരണം സ്മൃതിയൊക്കെ എങ്ങനെയെങ്കിലും ഈ കേരള ഗവൺമെന്റ്, പിണറായി വിജയൻ ഗവൺമെന്റ് പരാജയമാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുമ്പോൾ പരാജയമല്ല, 100% വിജയമാണെന്ന് കണക്ക് നിരത്തി പറയാൻ സാധിക്കുന്നു ഇദ്ദേഹം അടക്കമുള്ള ആളുകൾ. അവരുടെ മുമ്പിൽ പരാജയപ്പെട്ടു പോകുന്നു സ്മൃതി സതീഷ് ചേട്ടൻസ്. ബൈ.